ഡെനേരിയസ് ടാർഗേറിയൻ ഡൊത്രാക്കി പരിചാരകരോട് ആരെങ്കിലും ഡ്രാഗണുകളെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നിലവിൽ ഡ്രാഗണുകൾ ഒന്നുപോലും ജീവിച്ചിരിപ്പില്ല എന്നും കാലപ്പഴക്കം കൊണ്ട് കല്ലുകളായി മാറിയ നിങ്ങളുടെ കയ്യിലുള്ള 3 ഡ്രാഗൺ മുട്ടകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നും ഒരു ഡൊത്രാക്കി ലേഡി അറിയിക്കും. അതേസമയം വിന്റർഫെല്ലിൽ കഴിഞ്ഞ ദിവസം രാത്രി തന്റെ മകൻ ബ്രാൻ സ്റ്റാർക്കിനെ കൊല്ലാൻ ഒരു കൊലയാളി വന്നതിൽ സംശയം തോന്നിയ കാറ്റലിൻ സ്റ്റാർക്ക് ബ്രാനു പരിക്കു പറ്റിയ കോട്ടയുടെ മുകളിലെത്തി പരിശോധിക്കും. കോട്ട ജനാലയുടെ സൈഡ് പരിശോധിക്കുമ്പോൾ അവിടെയുള്ള ചെടികൾക്ക് യാതൊരു ചതവോ പൊട്ടലോ ഇല്ല എന്ന് മനസ്സിലാക്കിയ കാറ്റലിൻ കോട്ടയ്ക്കകം പരിശോധിക്കും. ചുറ്റും പൊടി പിടിച്ചു കിടക്കുന്നു. എന്നാൽ കുറച്ചു സ്ഥലം മാത്രം വൃത്തിയായി കിടക്കുന്നു. അവർ അവിടെ പരിശോധിച്ചപ്പോൾ ഒരു വെളുത്ത തലമുടി അവിടെ നിന്നും കിട്ടും. വെളുത്ത തലമുടി ഉള്ളത് ലാനിസ്റ്റേഴ്സ് കുടുംബത്തിന് മാത്രമാണ്. ലാനിസ്റ്റേഴ്സ് കുടുംബത്തിലെ ആരോ ഒരാളാണ് ബ്രാനിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമെന്ന് മനസ്സിലാക്കിയ കാറ്റലിൻ തനിക്ക് ഏറ്റവും വിശ്വസ്തരായ മകൻ റോബ് സ്റ്റാർക്ക്, മേസ്റ്റർ ലൂവിയൻ, റോഡറിക് കാസൽ, തിയോൺ ഗ്രേജോയെയും വിളിച്ച് ബ്രാനിന് പറ്റിയത് അപകടമല്ല എന്നും ലാനിസ്റ്റേഴ്സ് കുടുംബത്തിലുള്ള ആരോ അവനെ കോട്ട മുകളിൽ നിന്നും തള്ളിയിട്ടതുമാണെന്നും 4 പേരെയും അറിയിക്കും. ഇത് കേട്ട റോഡറിക് ബ്രാനിനെ കൊല്ലാൻ വന്ന കൊലയാളിയുടെ കത്തി കാണിച്ചിട്ട് പറഞ്ഞു, ഈ കത്തിയുടെ മൂർച്ചേറിയ ഭാഗം നിർമ്മിച്ചിരിക്കുന്നത് വലേരിയൻ സ്റ്റീൽ കൊണ്ടും കൈപിടി ഉണ്ടാക്കിയിരിക്കുന്നത് ഡ്രാഗന്റെ അസ്ഥി കൊണ്ടുമാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങളെല്ലാം നെഡ് സ്റ്റാർക്കിനെ അറിയിക്കണമെന്ന് മേസ്റ്റർ പറഞ്ഞപ്പോൾ താൻ തന്നെ നേരിട്ട് പോയി നെഡ് സ്റ്റാർക്കിനോട് കാര്യങ്ങൾ അറിയിക്കാമെന്ന് കാറ്റലിൻ പറഞ്ഞു. കിങ്സ് ലാൻഡിംഗിലേക്ക് ചെല്ലുന്നത് ലാനിസ്റ്റേഴ്സ് അറിയാതിരിക്കാൻ സൈന്യമൊന്നും വേണ്ട എന്നും റോഡറിക്കിനോട് മാത്രം തനിക്കൊപ്പം വന്നാൽ മതിയെന്നും കാറ്റലിൻ കൂട്ടിച്ചേർത്തു. കാറ്റലിൻ കോമയിൽ കിടക്കുന്ന ബ്രാനിന് ഒരു ഉമ്മയും കൊടുത്ത് കിങ്സ് ലാൻഡിംഗിലേക്ക് തിരിക്കും. അതേസമയം ജോൺ സ്നോയും ടിരിയനും അടങ്ങിയ വെഞ്ചൻ സ്റ്റാർക്കിന്റെ ടീം ആ വലിയ മതിലിന് മുന്നിൽ എത്തും.